വെൽക്കം ടു ഇൻസ്പയർഡ് PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിഷൻ റൂമി 2024 ആണ്. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ നിന്നും ചോദിക്കാവുന്ന ഒരു കറണ്ട് അഫയേഴ്സ് സെക്ഷനാണ്. റൂമി 1 എന്ന് പറയുന്നത് പുനരുപയോഗ സാധ്യമായിട്ടുള്ളൊരു ഹൈബ്രിഡ് റോക്കറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. എന്താണ് ഇത്? റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റാണ് റൂമി 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓഗസ്റ്റ് 24, 2024 വിക്ഷേപിച്ചത്. ഓഗസ്റ്റ് 24, 2024 ഇത് വിക്ഷേപിച്ചത്. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പാണ് സ്പേസ് ഓൺ ഇന്ത്യ. അപ്പോൾ ചെന്നൈ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള സ്പേസ് ഓൺ ഇന്ത്യയും അതുപോലെ മാർട്ടിൻ ഗ്രൂപ്പിനൊപ്പം ചേർന്നാണ് ഈ റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. റൂമി 1 എന്ന റോക്കറ്റ് വികസിപ്പിച്ചത് സ്പേസ് ഓൺ ഇന്ത്യയും അതുപോലെ മാർട്ടിൻ ഗ്രൂപ്പും ചേർന്നാണ്. ചെന്നൈയിലെ തിരുവിതന്തയിൽ വെച്ചാണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക, ചെന്നൈയിലെ തിരുവിതന്തയിൽ വെച്ചാണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 24. ഇനി നമുക്ക് മിഷൻ റൂമി ഈ ദൗത്യത്തിലൂടെ 53 ചെറു ഉപഗ്രഹങ്ങളാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഈ 53 ഉപഗ്രഹങ്ങളിൽ 50 പിക്കോ ഉപഗ്രഹങ്ങളും 3 ക്യൂബ് സാറ്റലൈറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഈ റോക്കറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത് ഒരു മൊബൈൽ ലോഞ്ചർ ഉപയോഗിച്ചിട്ടാണ് ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ചിരിക്കുന്നത്. ഓക്കെ, ചെറു ഉപഗ്രഹങ്ങളാണ്. പിക്കോ എന്ന് പറഞ്ഞാൽ 50 ഉപഗ്രഹങ്ങളുണ്ട്. അതിൽ 3 ക്യൂബ് സാറ്റ് ആണുള്ളത്. ഈ ക്യൂബ് സാറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലാസ് ഓഫ് നാനോ സാറ്റലൈറ്റിൻ്റെ ഒരു വിഭാഗം തന്നെയാണിത്. ഇതിനൊരു സ്റ്റാൻഡേർഡ് സൈസാണ് ഉണ്ടാവുക ഈ ക്യൂബ് സാറ്റിന്. അതുപോലെ പിക്കോ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് മിനിയേച്ചർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ഇതിൻ്റെ ഭാരം 1 കിലോഗ്രാമിലും താഴെയായിരിക്കും. ഒരു ഷൂവിൻ്റെ അത്ര പോലും ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പിക്കോ സാറ്റലൈറ്റും ക്യൂബ് സാറ്റ് എന്ന് പറയുന്നത് ഒക്കെ ചെറു ഉപഗ്രഹങ്ങളാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് റോക്കറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ, നമുക്ക് പുനരുപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പേലോഡ് വേർപെട്ടതിന് ശേഷം ഇത് കടലിൽ വീഴുകയും വീണ്ടും നമുക്കതിനെ റിക്കവർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഹൈബ്രിഡ് റോക്കറ്റാണിത്. ഇതിൽ ഹൈബ്രിഡ് എൻജിൻ യൂസ് ചെയ്തിരിക്കുന്നത്, ഈ റോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹൈബ്രിഡ് എൻജിൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഓക്സിഡൈസറും അതുപോലെ സോളിഡ് ഫ്യൂവലുമാണെന്ന് ഓർത്ത് വെക്കുക. ലിക്വിഡ് ഓക്സിഡൈസറും സോളിഡ് ഫ്യൂവലുമാണ്. പിന്നെ നമുക്കിതിൻ്റെ ലക്ഷ്യം നോക്കാം. ആഗോള താപനം, അതായത് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ടും ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടൊക്കെയുള്ള അതിൻ്റെ ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ഷനാണ് ഈ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മിഷൻ ഡയറക്ടർ എന്ന് നോക്കാം. സ്പേസ് ഓൺ ഇന്ത്യയുടെ മിഷൻ അതിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO സ്പേസ് ഓൺ ഇന്ത്യയുടെ ഫൗണ്ടറും CEO ആയ ആനന്ദ് മെഗാലിംഗമാണ് ഈ റൂമി 1 മിഷൻ്റെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഡോക്ടർ മൈൽസ്വാമി അണ്ണാദുരൈ ഉണ്ട്. മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മൈൽസ്വാമി അണ്ണാദുരൈ. ഇദ്ദേഹം ISROയുടെ ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹം പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനാണ്. ഫോർമർ ഡയറക്ടർ ഓഫ് ISRO സയൻറ്റിഫിക് സെൻ്ററാണ്. സയൻറ്റിഫിക് സെൻ്ററിൻ്റെ മുൻ ഡയറക്ടറൊക്കെ ആയിരുന്നു. അതുപോലെ മിഷൻ റൂമിയുടെ മെൻഡറായിട്ടാണ് ഇദ്ദേഹം ഇപ്പം പ്രവർത്തിക്കുന്നത്. മിഷൻ റൂമിയുടെ മെൻഡറാണ്. അപ്പോൾ മിഷൻ ഡയറക്ടർ ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആനന്ദ് മെഗാലിംഗവും അതുപോലെ മെൻഡർ, ഈ 2 പേരുടെയും നേതൃത്വത്തിലാണ് മിഷൻ റൂമി ഇപ്പം ഈ ദൗത്യം വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പം ആരൊക്കെയാണ്? മൈൽസ്വാമി അണ്ണാദുരൈയും അതുപോലെ ആനന്ദ് മെഗാലിംഗവും.